ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. വലിയ സംഭവമൊന്നുമല്ല. ഞങ്ങൾ വെക്കേഷൻ സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട് ഏർക്കാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് ടൂറ് പോയിരുന്നു. അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് ഇത്. അവിടുത്തെ ഒരു വ്യൂ പോയിൻ്റാണ്, ലേഡീസ് സീറ്റ്. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ. ഇത് പഗോഡ വ്യൂ പോയിൻ്റാണ്. അങ്ങനെ ഒരു 3-4 വ്യൂ പോയിൻറ്റുകളുണ്ട് അവിടെ. മെയിനായിട്ട് വ്യൂ പോയിൻറ്റുകളാണുള്ളത്. പിന്നെ ഞങ്ങൾ 2 സ്ഥലത്തേ ഞങ്ങൾ പോയുള്ളൂ. പിന്നെ ഞങ്ങൾ പോയത് ബോട്ടാണിക്കൽ ഗാർഡനാണ്. നമ്മളെ ഊട്ടി ഒക്കെ പോലുള്ളൊരു പ്ലേസാണ്. ഊട്ടിയിലെ പോലെ അത്ര തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം തണുപ്പും കോടമഞ്ഞും ഒക്കെ ഉള്ളൊരു ഭംഗിയുള്ളൊരു പ്ലേസ് തന്നെയാണ്. പക്ഷെ നമ്മളവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. എന്നാലും ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഇതവിടുത്തെ ബോട്ടാണിക്കൽ ഗാർഡനാണ്. ഇത്രയും ഏരിയ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നിറയെ ബാൾസം ചെടികളാണ് കേട്ടോ. ഒരേപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറേഞ്ച്മെൻറ്റ്സ് നല്ല ഭംഗിയായിട്ടുണ്ട്. പലതരം ബാൾസം ചെടികൾ, ബിഗോണിയ, സിങ്കോണിയം, അങ്ങനത്തെ വെറൈറ്റീസൊക്കെ ഉണ്ട്. മെയിനായിട്ട് ബാൾസം ചെടികൾ തന്നെ കേട്ടോ, പല കളറുകൾ. ഹൈഡ്രാഞ്ചിയ ഉണ്ട്. ഇതിവിടെ ഷോക്ക് വേണ്ടി വെച്ചതാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു നഴ്സറി ഉണ്ട്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സൊക്കെ അവിടെ സെയിലിനായിട്ടുണ്ട്. ഇത് ബ്രൊമിലിയാഡ്സ് എന്ന് പറയും ഈ താഴെ ഇരിക്കുന്ന പ്ലാന്റ്. അത് വുഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ടായിരുന്നു. ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ 100 റുപ്പീസാണ് പറഞ്ഞത്. പക്ഷേ വാങ്ങിച്ചിട്ടില്ല. കലാത്തിയ, റെഡ് ബാൾസം, ഓറഞ്ച് ബാൾസം, പിന്നെ പിങ്ക്, ലൈറ്റ് പിങ്ക്, അങ്ങനെ പല കളറുകളിലും ബാൾസം ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗാർഡന് അത്ര വലിയ ഭംഗിയുള്ള ഒരു ഇതല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണിത്. ഇത് വാട്ടർമെലോൺ പീലിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ്. ഈ വയലറ്റ് ഫ്ലവറുള്ള പ്ലാന്റിൻ്റെ പേരെനിക്കറിയില്ല. ഇങ്ങനെ ഹാങ്ങിങ് ബാസ്ക്കറ്റിലൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണെന്ന് തോന്നുന്നത്. പക്ഷെ വാങ്ങിച്ചിട്ടില്ല ഞാൻ. അതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നു. എന്താ കളറല്ലേ കാണാൻ, നല്ല ഭംഗിയില്ലേ. എനിക്ക് ഇവിടെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗാർഡനായിരുന്നു. കാരണം നമുക്ക് ഗാർഡനാണല്ലോ നമ്മളെ ജീവൻ, നമ്മളെ ശ്വാസം. അതുകൊണ്ട് എനിക്കവിടുന്ന് പോരാൻ തോന്നിയില്ല കേട്ടോ അത് കണ്ടിട്ട്. തീയൊക്കെ കത്തുന്ന കളറല്ലേ, ഫയർ ഓറഞ്ച് എന്ന് പറയുന്ന കളറ്. ഇതിങ്ങനെ കുറേ നീളത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുക കേട്ടോ.
ഞാനിതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു. ഇതിൻ്റെ എൻഡാണ്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഗാർഡൻ്റെ ഒരു ബോർഡറായിട്ടൊരു മെറൂൺ പ്ലാന്റ് അത് ഒരേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മളെ യൂഫോർബിയ, മുള്ളില്ലാത്ത യൂഫോർബിയ അല്ലേ, അതിൻ്റെ പ്ലാന്റ് വലിയ മരമായി നിൽക്കുന്നുണ്ട് അവിടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഈ റെഡ് ഫ്ലവർ സാൽവിയ എന്ന് പറയും, അതും നല്ല ഭംഗി തന്നെയാണ്, ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. ഇവിടെ കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ ലോണൊക്കെ കൊത്തി ഒക്കെ ഇട്ടിട്ടുള്ള ഇവിടെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്. ആ കാണുന്ന വള്ളിക്കുടിൽ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ജെയ്ഡ് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈനാണ്, ഒരു വള്ളിച്ചെടിയാണ് അതിൻ്റെ മേലെ കൂടെ പടർത്തിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കണ കാണാൻ. ഇഷ്ടം പോലെ ഡോഗുകളുണ്ട് കേട്ടോ, അവിടെ തിരിഞ്ഞാലും ഇവിടെ തിരിഞ്ഞാലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മളെ മെലസ്റ്റോമ നിറയെ ഫ്ലവറായി നിൽക്കുന്നുണ്ട്. ഇതുവരെ നഴ്സറിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ സെയിൽ ചെയ്യാനായിട്ടുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.